ഹായ് എവരിവൺ. ആൽഗി പായൽ എന്ന് നമ്മൾ നാട്ടിൽ മലയാളികളൊക്കെ പറയുന്ന ആൽഗീസിനെ കുറിച്ചിട്ടാണ് ഇന്ന് ബേസിക്കലി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ കുളങ്ങളിലും കടലിലൊക്കെ കാണുന്ന പായൽ എന്ന് വിശേഷിപ്പിക്കുന്ന നമ്മളെ പച്ച കളറുള്ള സംഭവമാണ്. പായലെ വിട പൂപ്പലെ വിട എന്ന് പറഞ്ഞ പരസ്യമൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മളിങ്ങനെ നടക്കുന്ന സമയത്താണ് അത് വെച്ചിട്ട് കുറച്ച് പേര് ബിസ്ക്കറ്റ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്തു. 2-3 ബിസ്ക്കറ്റൊക്കെ ഒരു മീലിനെ റീപ്ലേസ് ചെയ്യുന്ന പോലെ വലിയൊരു സംഭവമാണെന്നാണ് എല്ലാവരും പറയുന്നത്. ആ 2 ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു നേരത്തെ മീൽ ഓട്ടോമാറ്റിക്കലി റീപ്ലേസ് ചെയ്യും. അത് പ്രഗ്നൻ്റ് ആയ ലേഡീസ് കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ അയൺ ടാബ്ലറ്റ്സോ പ്രോട്ടീൻ ഒന്നും വേണ്ട, അവർ ജസ്റ്റ് ബിസ്ക്കറ്റ് മാത്രം കഴിച്ചാൽ മതി. ഈ റിഗിലും റിഫൈനറീസിലും ഡിഫൻസിലൊക്കെ പോകുന്ന സോൾജിയേഴ്സ് ആസ് വെൽ ആസ് അങ്ങനത്തെയുള്ള വർക്കേഴ്സിന്, മാൻ പവർ കൂടിയ വർക്കേഴ്സിനൊക്കെ അവർക്ക് ചോറുണ്ടാക്കാനൊന്നും നേരം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണത്. പിന്നീടുള്ള ഒരു ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഭക്ഷണം കഴിക്കാൻ നേരമില്ലാതെ പോകുന്ന ആളുകൾ. ഇപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഫുഡ് കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അതേപോലെ തിരിച്ചു കൊണ്ടുവരാനോ അതൊന്നും കഴിക്കുന്നില്ല. സോ മാൽ ന്യൂട്രീഷൻ വലിയൊരു പ്രോബ്ലമാണ്. ഇറ്റ്സ് നോട്ട് എ പോവേർട്ടി അല്ല അതിൻ്റെ ഇഷ്യൂ. നമ്മുടെ അർബൺ ഏരിയാസിലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലും പോവേർട്ടി കാരണം കൊണ്ടല്ല കുട്ടികൾക്ക് അനീമിയ പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. അവരുടെ ഡയറ്റ്സുകൾ, അവർ കഴിക്കുന്ന പ്രൊഡക്റ്റുകൾ അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കുറച്ച് പേര് ബിസ്ക്കറ്റ്സ്, ബേക്കറി, കൺഫെഷണറി പ്രൊഡക്ട്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാണ് ഈ പായൽ ഉപയോഗിച്ചിട്ട്. വീണ്ടും അവർ റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. പായലിൽ ശക്തമായ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ ഒരു ഏവിയേഷൻ ഫ്യൂവൽ കണ്ടുപിടിക്കുകയാണ്. ബയോടെക്നോളജിയിലെ ജനറ്റിക് മോഡിഫിക്കേഷൻ ഉപയോഗിച്ച്, നമുക്കറിയാം DNA ഒക്കെ കണ്ടിട്ടില്ല നിങ്ങൾ സിനിമയിലൊക്കെ കാണുന്ന പോലെ, DNA ബേസ് പെയേഴ്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് അവർ ഏവിയേഷൻ ഫ്യൂവൽ, എയർബസ്, ബോയിങ് പോലുള്ള കമ്പനികൾ, വിമാന കമ്പനികൾ, ഇന്ന് നിങ്ങളറിയാം, നിങ്ങളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് കാർബൺ എമിഷൻ എന്ന് പറഞ്ഞ് CO2 എമിഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. സോ ഇന്നത്തെ കാലത്തെ ബയോഫ്യൂവൽസ് വിമാന കമ്പനികൾ ഉപയോഗിക്കാൻ എപ്പോഴും മടി കാണിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻജിന് എപ്പോഴും ഡാമേജസ് ഉണ്ടാവുന്നുണ്ട്. വൈറ്റ് ഫ്യൂവലിനെ ഡയറക്റ്റായിട്ട് കോപ്പപ്പ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ റിസർച്ചേഴ്സ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത് ബയോഫ്യൂവൽ, നമുക്ക് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ കാർബൺ റിഡക്ഷനിലേക്ക് പോകണം, വൈറ്റ് ഫ്യൂവൽ നമുക്ക് അധികം കിട്ടാനില്ല. സോ ഇവർ ആൽഗയെ ജനറ്റിക്കലി മോഡിഫൈ ചെയ്തിട്ട് അതിൽ ആൽക്കീൻസ് ഉണ്ടാക്കുന്നു. സോ ആൽക്കീൻസ് ഉണ്ടാക്കുന്ന സമയത്ത് സിംഗിൾ ചെയിൻ ഹൈഡ്രോ കാർബൺസ് ആണ് അതിൻ്റെ അകത്ത് നിന്ന് വരുന്നത്. വിമാനം 30,000 അടി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ അത് ഫ്രീസായി പോകും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, വിമാനത്തിൽ പോകുന്ന വഴിക്ക് ഫ്യൂവൽ ഫ്രീസായി പോയാൽ അവസ്ഥ എന്താണെന്ന്. സോ അതുകൊണ്ട് ഇവർ വീണ്ടും ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഗ്ലൈക്കോളിസിസ് പാത്വേസും, ഞാൻ ടെക്നിക്കലായിട്ട് അധികം പറയുന്നില്ല, ഗ്ലൈക്കോളിസിസ് പാത്വേയിലും 3p56 ബേസ് പെയർ നമ്മൾ കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്തിട്ട് ഈ ആൽഗിയോട് നമ്മൾ പറയുകയാണ് നിങ്ങൾ ഡബിൾ ചെയിൻ ഹൈഡ്രോ കാർബൺസോട് ഉൽപ്പാദിപ്പിക്കണം. അങ്ങനെ അവരത് ഉൽപ്പാദിപ്പിക്കുകയാണ്. പറക്കുന്ന വിമാനത്തിൽ വരെ നമ്മൾ കുളങ്ങളിൽ കാണുന്ന പായൽ ഉപയോഗിച്ചിട്ട് അവർ ഫ്യൂവൽ ഡെവലപ്പ് ചെയ്യുകയാണ്. വീണ്ടും ഈ റിസർച്ച് എഞ്ചിനീയേഴ്സ് പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ് പുതിയ പുതിയ മേഖലകളിൽ എന്തൊക്കെ നമുക്ക് ഈ പായൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. അവർ വീണ്ടും റിസർച്ച് ചെയ്യുന്നതിലൂടെ കാർബൺ എമിഷൻ, ഗ്ലോബൽ വാർമിംഗ് വലിയ പ്രശ്നമാണ്. COP28 പോലുള്ള വലിയ വലിയ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലോക നേതാക്കളൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് നമുക്ക് ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ കഴിയുന്നത്? ആ സമയത്താണ് മീഥെയ്ൻ എമിഷൻ ഏറ്റവും കൂടുതലായിട്ടുണ്ടാവുന്നത് പശുക്കളിൽ നിന്നാണ്. നമുക്കറിയാം കാറ്റിൽസിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് മീഥെയ്ൻ എമിഷൻ ഉണ്ടാവുന്നത്, അല്ലാതെ വണ്ടി ഓടിച്ചിട്ടല്ല. സോ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കാറ്റിൽ ഫാമിംഗ് ഉള്ള സ്ഥലമാണ് നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഇതൊക്കെ സോൾവ് ചെയ്യാൻ കഴിയുക? ഓസ്ട്രേലിയൻ തീരത്ത് മാത്രം കണ്ടുവിടുന്ന ആസ്പെറാഗോപ്സിസ് ടാക്സിഫോം എന്ന് പറയുന്നൊരു സ്പീഷ്യസ് കുറച്ചെടുത്തിട്ട് പശുവിന് സാധാ തീറ്റയുടെ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മീഥെയ്ൻ പുറപ്പെടുവിപ്പിക്കില്ല ഈ പശുക്കൾ. അങ്ങനെ ഇവർ കണ്ടുപിടിച്ചു അത്. ഒപ്പം തന്നെ ഇത് നമ്മൾ കോഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രോയിലർ ചിക്കൻ, ആൻറ്റിബയോട്ടിക് ഫ്രീ ചിക്കൻ എന്നൊക്കെ നിങ്ങൾ പരസ്യം കണ്ട് മിത്തായി പോകുന്ന ഒരു കാറ്റഗറിയാണ് നമ്മൾ. ആൻറ്റിബയോട്ടിക് ഫ്രീ ചിക്കൻ, ശരിക്കും ആൻറ്റിബയോട്ടിക് ഫ്രീ ചിക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണോ? ആൻറ്റിബയോട്ടിക് ഫ്രീ, നമ്മൾ ആൻറ്റിബയോട്ടിക് ഫ്രീ ആണോ? നമ്മൾ ഒരിക്കലും ആൻറ്റിബയോട്ടിക് ഫ്രീ അല്ല. കാരണം പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒബ്വിയസ്ലി മരുന്ന് കഴിക്കുന്ന ആളുകളാണ്. വെറ്റിനറി മെഡിസിൻസ് പ്രകാരം കോഴികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ കൊടുക്കേണ്ട ഒരു സംഭവമാണ് ആൻറ്റിബയോട്ടിക്. സോ നിങ്ങൾ ഇപ്പോൾ കൊച്ചിയിലൊക്കെ പോകുന്ന വഴിക്ക്
പരസ്യങ്ങൾ കാണാം, ആൻറ്റിബയോട്ടിക് ഫ്രീ ചിക്കൻ. കൺസ്യൂമേഴ്സിനെ പറ്റിക്കുന്ന രീതിയിലുള്ള പരസ്യങ്ങളും മിത്തുകളുമാണ് അതൊക്കെ. കോഴിക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് നിർബന്ധമായി കൊടുത്തിരിക്കണം, അതിനാണ് ഇതൊക്കെ കണ്ടുപിടിച്ചിരിക്കുന്നത്. പക്ഷേ ഒരു ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട്, ഒരു അസുഖവും ഇല്ലാത്ത ഒരു കോഴിക്ക് അതിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാൻ പാടില്ല. സോ ഇങ്ങനെയുള്ള പോൾട്രി ഇൻഡസ്ട്രിയിൽ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയയെക്കുറിച്ച് നമുക്കറിയാം. ഇന്ന് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് ആൻറ്റിബയോട്ടിക്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പനി വന്ന ഉടനെ തന്നെയാണ് ആൻറ്റിബയോട്ടിക്സ് എടുക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമ്മുടെ അടുത്ത് വളരെ കൂടുതലാണ്. നമ്മളുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന പാരസെറ്റമോൾ, പണ്ടൊക്കെ നമ്മൾ 350 പാരസെറ്റമോൾ കഴിച്ച സമയത്ത് ഇന്ന് നമ്മൾ 300ലേക്കും 600ലേക്കും പോയി. സോ അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ അത് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ പോലും നമുക്ക് ഇന്ന് ആൻറ്റിബയോട്ടിക് കിട്ടും. മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ മതി. സോ അത് ഒരു തരത്തിൽ നല്ലതാണെങ്കിലും മറ്റൊരു തരത്തിൽ നമ്മളിൽ നിന്ന് ഈ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ഈ സംഭവം ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബോഡിയിലേക്ക് എത്തുകയാണ്. സോ നമുക്കതെങ്ങനെയാണ് സോൾവ് ചെയ്യാൻ കഴിയുന്നത്? സോ ദി റിസർച്ചേഴ്സ് ആർ ഡെവലപ്പിംഗ് എ ന്യൂ ടെക്നോളജി, എ പോൾട്രി ഫീഡ് ബേസ്ഡ് ഓൺ ദിസ് ആൽഗി. ഈ ആൽഗി ഉപയോഗിച്ചിട്ട് അവർ പോൾട്രി ഫീഡ് ഡെവലപ്പ് ചെയ്യാം. ആ പോൾട്രി ഫീഡ് കോഴി കഴിച്ചു കഴിഞ്ഞാൽ 45 ദിവസം കൊണ്ട്, ആസ് എ ബ്രോയിലർ ചിക്കൻ 45 ദിവസം കൊണ്ട് തന്നെ ഈ കോഴി ആ വലുപ്പത്തിൽ എത്തും. ഹൈ പ്രോട്ടീൻ ആയിരിക്കും മീറ്റിന്. നമ്മുടെ വയസ്സായ ആളുകളൊക്കെ കണ്ണിന് കാഴ്ച കിട്ടുന്ന സാന്തോഫൈൽ പിഗ്മെന്റ് അതിൻ്റെ അകത്തുണ്ട്. ഈ ചീര കഴിച്ചാലൊക്കെ നല്ലതാണെന്ന് പറയുന്ന പോലെ. സോ അങ്ങനെയുള്ള പ്രോട്ടീൻ ബേസ്ഡ് ചിക്കൻസ് അവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. ഒമേഗ 3 കൂടിയ മുട്ട അവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. വീണ്ടും ദി റിസർച്ചേഴ്സ് ആർ ഡെവലപ്പിംഗ്, അവർ വീണ്ടും റിസർച്ച് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ വർക്ക് സ്പേസസ്, നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന സ്ഥലങ്ങൾ, കാർബൺ എമിഷൻസ്, ഇതും വലിയൊരു പ്രോബ്ലമാണ്. അതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? സോ ദേ ആർ കണക്റ്റഡ് ടു ബയോ ആർക്കിടെക്ചർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി. ഒരു സിറ്റി, ഫോർ എക്സാമ്പിൾ ദുബായ് പോലുള്ള സിറ്റിയിൽ ബിസിനസ് ബേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ മരങ്ങളില്ല. നമ്മൾ അങ്ങനത്തെയുള്ള സിറ്റികളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളെ കാട്ടിലോ അല്ലെങ്കിൽ നമ്മളെ നാട്ടിലോ വളരുന്ന പോലെ ഒരിക്കലും അവിടെ വളരില്ല മരങ്ങൾ. ബിക്കോസ് ദർ ഇസ് എ മൈക്രോ ക്ലൈമറ്റ്, ഒരു മൈക്രോ ക്ലൈമറ്റ് ഉണ്ട് എപ്പോഴും അവിടെ. സോ ഇങ്ങനെയുള്ള സിറ്റീസിൽ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടി ഈ ആൽഗയ്ക്ക് കഴിയും. ഒരു ലിറ്റർ ഓഫ് ആൽഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ആൽമരം അബ്സോർബ് ചെയ്യുന്ന അത്ര കാർബൺ ഡൈ ഓക്സൈഡ് ഇത് അബ്സോർബ് ചെയ്യും. അങ്ങനെ ഇവരതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുകയും ദേ ആർ കണക്റ്റിംഗ് ടു ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി. അവരതിനെ കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് പാർക്കിലെ ബെഞ്ചുകളും ബിൽബോർഡുകളും ആർക്കിടെക്ചർ ഡിസൈനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അവർ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ ഈ ആൽഗെ വെച്ചിട്ട്, നമ്മൾ ഈ കാണുന്ന പായൽ വെച്ചിട്ട് ഈ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണ് സാറ ബയോടെക്. ഐ ആം നജീബ് ബിൻ ഹനീഫ്, ഫൗണ്ടർ ആൻഡ് CEO ഓഫ് സാറ ബയോടെക്. സോ നിങ്ങളിപ്പോൾ ആകെ ഒരു വണ്ടറായിട്ടുണ്ടാവും, എങ്ങനെയാണ് ഈ ആൽഗെ വെച്ചിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്? ആൽഗേസ് ആർ എ സിംഗിൾ സെൽ പ്രോട്ടീൻ, ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് നടക്കുന്ന ഒരു ഓർഗാനിസമാണ് ആൽഗേസ്. എന്ന് കരുതി കുളത്തിലുള്ള പായൽ ഉപയോഗിച്ചിട്ടൊന്നും അല്ല ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. ദർ ഇസ് എ സ്പെസിഫിക് ആയ സ്പീഷ്യസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ആൽഗേസ് വെച്ചിട്ടാണ് ആർട്ടിഫിഷ്യലി കൾച്ചർ ചെയ്ത് സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രീഷൻ മീഡിയത്തിലൂടെയാണ് നമ്മളിത് ബിൽഡ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്? പൊട്ടൻഷ്യൽ. ആൽഗെ എന്ന് പറയുന്ന ഒരു ചെറിയ സോഴ്സിൽ നിന്ന് ഇത്രയും മോഡിഫിക്കേഷൻസ് എങ്ങനെ ചെയ്യാൻ കഴിയുന്നു? വേറെ പ്ലാന്റ്സ് ഒന്നും ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. സോ നമുക്ക് ഈസി ആയിട്ട് ജനറ്റിക്കലി മോഡിഫൈ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ബെസ്റ്റ് എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ആൽഗെ. ഫോർ എക്സാമ്പിൾ, വി ആർ കൊളാബറേറ്റഡ് വിത്ത് യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ആസ് വെൽ ആസ് ഇന്റർനാഷണൽ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡൽഹി. അവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ ഏവിയേഷൻ ഫ്യൂവൽ ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു ലിറ്റർ ഓഫ് ഏവിയേഷൻ ഫ്യൂവലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ലിറ്റർ ഓഫ് ആൽഗയിൽ നിന്ന് നമുക്ക് 18 മൈക്രോ ലിറ്റർ ഓഫ് ഫ്യൂവൽ കിട്ടും. അടുത്ത 10 വർഷത്തിനുള്ളിൽ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഈ പ്രൊഡക്റ്റിൻ്റെ ഇൻഡസ്ട്രിയൽ പാർട്ട്ണറാണ് അവർ കമ്പനി. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ആൽഗെ, നമ്മൾ ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന ഒരു ആൽഗയിൽ നിന്ന് ദിസ് മച്ച് വാല്യൂ ആഡഡ് പ്രൊഡക്ട്സ് വി ആർ മാനുഫാക്ചറിങ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ എക്കോസിസ്റ്റം ബിൽഡ് ചെയ്യാൻ കഴിയുന്നത്? So that is a potential of biotechnology and genetic engineering, a techie background. And obviously this company doesn't come from an IIT or NIT. തൃശ്ശൂരിലെ ഒരു റൂറൽ വില്ലേജ് ആയിട്ടുള്ള കൊടകര എന്ന് പറയുന്ന സ്ഥലത്തെ സെൽഫ് ഫൈനാൻസിങ് കോളേജ് ആയിട്ടുള്ള സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ടെക്നോളജി എന്ന് പറയുന്ന കോളേജിൽ നിന്ന് വന്ന വിദ്യാർത്ഥി സംരംഭമാണ്.
ഇന്ന് 3 രാജ്യങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്ന ഒരു വലിയ ശൃംഖലയാണ് അവർ കമ്പനി. സോ എങ്ങനെയാണ് ഇത് ബിൽഡ് ചെയ്യാൻ കഴിയുന്നത്? വാട്ട് ആർ ദി എക്സാക്ട് ഓപ്പർച്യൂണിറ്റീസ് ഫ്രം ദി ക്യാമ്പസ്? സോ അതിന് മുന്നേ നമ്മൾ അറിയേണ്ടത് എന്തിനാണ് ഇത് ചെയ്യുന്നത്, പർപ്പസ്. നമ്മൾ എന്തിനാണ് ഒരു കമ്പനി തുടങ്ങുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, കോളേജിൽ പഠിക്കുന്ന സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് എന്തിനാണ് ഇവർ ആൽഗെ വെച്ചിട്ട് ഇങ്ങനെ റിസർച്ച് ഒക്കെ ചെയ്യേണ്ട ആവശ്യം? എന്തിനാണ് ഇത് ചെയ്യേണ്ടത്? എ കോർപ്പറേറ്റ് കമ്പനി പെർസ്പെക്റ്റീവ്, ഒരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ ലൈക്ക് അവർ R&D ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ R&D ഡിപ്പാർട്ട്മെന്റ് തിങ്ക് ചെയ്യുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ വൈ, എന്തിനാണ് ഇത് ചെയ്യുന്നത്? ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിലാണ് ദി കംപ്ലീറ്റ് പോർട്ട്ഫോളിയോ ഓഫ് ദി പ്രൊഡക്റ്റ്. സോ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇത് ചെയ്യുന്നത്? നമ്മളൊരു കാർ എന്തിനാണ് വാങ്ങുന്നത്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യാനാണ്. നമ്മൾ എന്തിനാണ് ഒരു കമ്പനി തുടങ്ങുന്നത്? നമ്മൾ എന്തിനാണ് ഒരു കമ്പനി തുടങ്ങുന്നത്? നമ്മളൊരു കമ്പനി, ഒരു കാർ വാങ്ങുന്നത് ഇന്ധനം നിറയ്ക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു കമ്പനി തുടങ്ങുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് എക്കണോമിക് സോഷ്യൽ ഫീസിബിലിറ്റിയോടെ വലിയൊരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്ത് സൊസൈറ്റിയിലെ അപ്ഗ്രഡേഷന് ശ്രമിക്കുന്ന ഒരു സിസ്റ്റമാണ് കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെയുണ്ട്. ടാറ്റ ഈസ് എൻ എക്സാമ്പിൾ ഫോർ ദാറ്റ്. സോ സാറ ബയോടെക് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ഒരു കമ്പനി, വി ആർ സോൾവിങ് എ സ്പെസിഫിക് പ്രോബ്ലം ഫ്രം എ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട്. സോ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ, നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓണ്ടർപ്രണർഷിപ്പിൻ്റെ സ്പീച്ചൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും കോളേജ് ഡ്രോപ്പ് ഔട്ട് ആയ ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലുള്ള നോളജ് ഒന്നും റിലവൻ്റ് അല്ല, നമുക്ക് പുതിയ നോളജിലേക്ക് പോകണം, അല്ലെങ്കിൽ പുതിയ സെഗ്മെന്റിലേക്ക് പോകണം എന്നൊക്കെ വിചാരിക്കും. ഇൻ മൈ പെർസ്പെക്റ്റീവ്, ഒരു സെല്ലിനെ കുറിച്ചും ആ സെൽ വാളിനെ കുറിച്ചും ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിനെ കുറിച്ചും ആ സെല്ല് എന്തുകൊണ്ടാണ് നിർമ്മിച്ചതിനെ കുറിച്ചും അതിൻ്റെ അകത്തുള്ള മൈറ്റോകോൺട്രിയ, ന്യൂക്ലിയസ്, അതിൻ്റെ അകത്തുള്ള കാൽസ്യം പമ്പുകൾ, അതിൻ്റെ അകത്തുള്ള ഓരോ മൈന്യൂട്ട് പോയിന്റ്, DNA, ബേസ് പെയേഴ്സ്, ന്യൂക്ലിക് ആസിഡ്, RNA, ഇതിനെക്കുറിച്ചൊന്നും അറിയാതെ എനിക്കൊരിക്കലും ഒരു ഏവിയേഷൻ ഫ്യൂൽ ഉണ്ടാക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാതെ ഒരു ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഓറൽ നിന്ന് ഈസോഫാഗസ് വഴി സ്റ്റൊമക്കിലെത്തി, സ്റ്റൊമക്കിൽ നിന്ന് പ്രോട്ടീസ് വഴി അത് വില്ലയിലെത്തി നമുക്ക് എനർജി കിട്ടുന്ന ആ സ്പെസിഫിക് പാത്വേ എനിക്കറിയാതെ ഒരിക്കലും എനിക്കൊരു ബിസ്ക്കറ്റ് മാനുഫാക്ചർ ചെയ്യാൻ കഴിയില്ല ഫ്രം ദിസ് ആൽഗെ. സോ ബേസിക് ടെക്നിക്കൽ നോളേജ്, ദാറ്റ് ഈസ് എ മാൻഡേറ്ററി തിങ് ഫോർ എ ടെക്കി ഓൺടർപ്രണർ. സോ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല. ഇപ്പം നിങ്ങളറിയാം, നിങ്ങളെല്ലാവരും കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. കോളേജിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കുകളുടെ നോളേജ് ഇസ് എ മാൻഡേറ്ററി തിങ് ഇൻ മൈ പെർസ്പെക്റ്റീവ്. ബിക്കോസ് ആ ബാക്ക്ഗ്രൗണ്ട് ഫൗണ്ടേഷൻ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു എക്കോ സിസ്റ്റം, നമുക്ക് ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ കഴിയുള്ളൂ. സോ വാട്ട് എക്സാക്ട്ലി ദി ഇന്നോവേഷൻ? ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നത്തെ കാലത്ത് നിങ്ങൾ സ്വന്തമായിട്ടൊന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദിസ് ആൽഗെ ഞങ്ങൾ കണ്ടുപിടിച്ചൊന്നുമല്ല, ഓൾറെഡി ഉള്ളതാണ്. ലോകത്തെ ഏറ്റവും കൂടുതലായിട്ട് കാർബൺ അബ്സോർബ് ചെയ്യുന്നത് കടലുകളിലെ ആൽഗകളാണ്. സോ ഈ ആൽഗയെ എങ്ങനെയാണ് ഒരു ബയോ ആർക്കിടെക്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്? സോ അതിന് ഞങ്ങൾക്ക് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറുടെ ഹെൽപ്പ് വേണം, അതിനൊരു സിവിൽ എഞ്ചിനീയറുടെ ഹെൽപ്പ് വേണം, അതിനൊരു ആർക്കിടെക്റ്റിന്റെ ഹെൽപ്പ് വേണം, അതിനൊരു IoT AI ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ് അത് യൂസ് ചെയ്യുന്നത്, കംപ്ലീറ്റ്ലി സെർവർ ബേസ്ഡ് ഡൊമൈൻസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ വി ആർ ഇൻറ്റഗ്രേറ്റിംഗ് ബയോടെക്നോളജി വിത്ത് AI, മെഷീൻ ലേണിംഗ്, കമ്പ്യൂട്ടർ സിസ്റ്റംസ്, ഓർ വി ആർ ഇൻറ്റഗ്രേറ്റിംഗ് അവർ ടെക്നോളജി വിത്ത് സിവിൽ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ ഡിസൈൻസ്. സോ ദാറ്റ് ഈസ് ദി ഇന്നോവേഷൻ. ഈ കാലത്ത് 21st ഇറ, ഈ സെഞ്ചുറിയിൽ ഇന്നോവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു കണക്ട് മൾട്ടി ഡിസിപ്ലിനറി ഇന്നോവേഷൻസ്. ഐ ആം എ ബയോടെക്നോളജിസ്റ്റ്, ഞാൻ ഈ ഏരിയയിലാണ് പോവുക എന്ന രീതിയിലല്ല. വി നീഡ് ടു കണക്ട് വിത്ത് ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ്. നമ്മൾ ആലോചിക്കണം, ആസ് എ ബയോടെക്നോളജിസ്റ്റ് എങ്ങനെയാണ് എൻ്റെ ഫീൽഡിൽ ഞാൻ സ്കോപ്പ് ഉണ്ടാക്കുന്നത്? സോ ഹൗ ഐ ക്യാൻ ഹെൽപ്പ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, ഹൗ ഐ ക്യാൻ ഹെൽപ്പ് ലൈക്ക് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രി. അങ്ങനെ ഓരോ ഇൻഡസ്ട്രിയിലും എങ്ങനെയാണ് എൻ്റെ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ കഴിയുക, എല്ലായിടത്തും പായലിനുകൊണ്ട് സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. സോ ഈ രീതിയിലേക്ക് വലിയൊരു എക്കോ സിസ്റ്റം തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. മൈസീലിയം എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. മൈസീലിയം, കൂൺ. നമ്മൾ എന്തിനാണ് കൂൺ ഉപയോഗിക്കുന്നത്? മഷ്റൂംസ് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മളിപ്പോഴും കഴിക്കാനാണ് ഉപയോഗിക്കുന്നത്. 1800 മുതൽ മഷ്റൂം കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ജപ്പാൻ ബേസ്ഡ് കമ്പനീസ്, they are making bricks and tiles from mycelium.
ലോകത്തെ ഏറ്റവും കൂടുതൽ അതറിങ് കപ്പാസിറ്റി ഉള്ള സിസ്റ്റമാണ് മൈസീലിയം. ഈ മൈസീലിയം ഉപയോഗിച്ച് ഇന്ന് ടൈൽസുകളും ബ്രിക്കുകളും മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. ഈ ടൈൽസുകളിൽ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഒരു തീപിടുത്തം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തീ ഒരിക്കലും പുറത്തോട്ട് പോകത്തില്ല ആ റൂമിൽ നിന്ന്. സോ ഇങ്ങനെയുള്ള ടെക്നോളജീസ്, അത് ഒരു ബയോടെക്നോളജിന് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയില്ല. വി ഇൻ്റഗ്രേറ്റ് വിത്ത് സിവിൽ എഞ്ചിനീയറിംഗ്, വി ഇൻ്റഗ്രേറ്റ് വിത്ത് പ്രോഡക്റ്റ് ഡിസൈനിങ്. സോ ഇങ്ങനെ നമുക്ക് ഇന്നോവേഷൻസ് ഒരുപാട് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ ആസ് എൻ ആൽഗെ ആൻഡ് സി വി ടെക്നോളജി ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമുക്കുള്ളത്. അത്രയും പൊട്ടൻഷ്യൽ ഉള്ള സ്പീഷീസ് ആണ് ആൽഗേസ്. സോ പായൽ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് അപ്രോക്സിമേറ്റ്ലി 100 crore ടേൺ ഓവറുള്ള ഒരു കമ്പനി ബിൽഡ് ചെയ്യാൻ കഴിയുന്ന ഒരു എക്കോ സിസ്റ്റം ഇത് നമ്മുടെ നാട്ടിലുണ്ട്. ആൻഡ് യു തിങ്ക് അബൌട്ട് ഇതെല്ലാം ചെയ്തത് എൻ്റെ ലക്ക് കൊണ്ടാണ്. ആസ് എ ഫൗണ്ടർ എൻ്റെ ലക്ക് കൊണ്ടാണ് ഇത് ചെയ്തത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഒരിക്കലുമല്ല. ഈ സിസ്റ്റമാണ് നമുക്ക് ഈ പ്രൊവൈഡ് ചെയ്യുന്ന, ഈ എക്കോ സിസ്റ്റം പ്രൊവൈഡ് ചെയ്ത് അത്രയും വലിയ ഫെസിലിറ്റിയാണ് ദി സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, സ്റ്റേറ്റ് ഗവൺമെൻറ്റായ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അടക്കമുള്ള ഗവൺമെൻറ് എൻറ്റിറ്റീസ് നമുക്ക് ചെയ്യുന്ന ഫെസിലിറ്റീസ്. സോ ഈ സിസ്റ്റം, ഈ കോളേജ്, വെൻ ഐ സ്റ്റഡീഡ് എ സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, അവിടെ പഠിച്ചത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ എക്കോ സിസ്റ്റം ഉണ്ടാവുന്നത്. സോ കോൺട്രിബ്യൂഷൻ റിവാർഡ്സ് സൊസൈറ്റി, നിങ്ങൾ ചെയ്യുന്ന ഇന്നോവേഷൻസ്, ഇന്ന് സാറ ബയോടെക് മാനുഫാക്ചർ ചെയ്യുന്ന എല്ലാ പ്രൊഡക്ട്സും ചുങ്കപ്പാറ എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള സ്ഥലത്തു നിന്നാണ് മാനുഫാക്ചർ ചെയ്യുന്നത്. US നിന്ന് വാൾമാർട്ടിൽ പോയിട്ട് ഒരാൾ ഈ പ്രൊഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് മാനുഫാക്ചർ ഫ്രം ചുങ്കപ്പാറ, ഒരു റൂറൽ വില്ലേജാണ് പത്തനംതിട്ട ജില്ലയിലെ. ഇതാണ് എംപവർമെൻറ്റ്. ഈ ജില്ലയിലേക്ക് നമ്മുടെ വഴിയിൽ ഒരു കോൺട്രിബ്യൂഷൻ, GDP-യിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇതുപോലെ തന്നെ ആയിരിക്കണം നിങ്ങളും പല റൂറൽ വില്ലേജിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും. സോ നിങ്ങൾ കാരണം നിങ്ങളുടെ പഠന കാലയളവിൽ 3 വർഷം 4 വർഷ പഠന കാലയളവിൽ നിങ്ങൾ എന്ത് കോൺട്രിബ്യൂഷനാണ് സൊസൈറ്റിക്ക് കൊടുത്തത്? നമുക്ക് സെൽഫ് സസ്റ്റെയിൻഡ് വില്ലേജസ് ആണ് വേണ്ടത്. സെൽഫ് സസ്റ്റെയിൻഡ് വില്ലേജസിലൂടെ നമുക്ക് പ്രൊഡക്ടിവിറ്റി കൂട്ടണം, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന പറഞ്ഞ പ്രശ്നം നമുക്ക് ഒഴിവാക്കണം. സോ ഇനിയുള്ള സമയത്ത് നിങ്ങൾ തന്നെ ക്യാമ്പസുകളുടെ ഓപ്പർച്യൂണിറ്റീസ്, സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ വലിയ പ്രിവിലേജാണ്. കോളേജ് ID കാർഡ്, ക്യാമ്പസിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ 20ഓളം രാജ്യങ്ങളിൽ ഞങ്ങൾ പോയിട്ടുണ്ട് വിത്ത് ദി സപ്പോർട്ട് ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓഫ് കേരള ആസ് എ പ്രിവിലേജ് ഓഫ് എ സ്റ്റുഡൻറ് സ്റ്റാർട്ടപ്പ്. സോ അത് മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്ത് നല്ലൊരു ഇന്നോവേഷൻ സെഗ്മെൻറ്റ് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ഇനിയുള്ള കാലയളവിൽ യുവർ എഡ്യൂക്കേഷൻ ആൾസോ എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ദി കൺട്രി ഈസ് ഇൻവെസ്റ്റിംഗ് ഇൻ യു ആൻഡ് വി ഷുഡ് റിട്ടേൺ ബാക്ക്. സോ ആ എംപവർമെൻറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വില്ലേജസിൽ നിന്നാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോകണം, തിരിച്ചു വന്ന് എംപവർമെൻറ്റ് നമ്മുടെ നാട്ടിൽ നടത്തണം. സോ ഇത്രയും വലിയൊരു എക്കോ സിസ്റ്റം നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയണം. താങ്ക് യു.